17 കോടി രൂപ ചിലവിൽ പൊന്നാനി ഹാർബറിലെ പുലിമൂട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമാകുന്നു. പദ്ധതിയുടെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുന്നു. 13 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച പൊന്നാനി ഫിഷിംഗ് ഹാർബറിലെ പുലിമൂട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കാണ് തുടക്കമാവുന്നത്. നബാർഡിൽ നിന്നും അനുവദിച്ച 17 കോടി രൂപ ചിലവിൽ നിലവിലെ പുലിമൂട്ടിന്റെ കേടുപാടുകളാണ് തീർക്കുക. പദ്ധതി ടെൻഡർ നടപടികളിലേക്ക് നീങ്ങി. 2 മാസങ്ങൾക്കകം ടെൻഡർ പൂർത്തീകരിക്കാനാണ് തീരുമാനം. കൂടാതെ പുലിമൂട്ടിന്റെ നീളം വർദ്ധിപ്പിക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തെ തുടർന്ന് മോഡൽ സ്റ്റഡി നടത്താനും ധാരണയായിട്ടുണ്ട്. 2011 പൊന്നാനി ഹാർബറിലെ പുലിമൂട്ടുകളുടെ നിർമ്മാണം പൂർത്തിയായത്. ഇതിനുശേഷം യാതൊരുവിധ അറ്റകുറ്റപ്പണികളും പൊന്നാനി ഹാർബറിൽ പുലിമൂട്ടിൽ നടന്നിട്ടില്ല. പൊന്നാനിയിൽ നിലവിൽ 200ഓളം ബോട്ടുകളും 500ഓളം ചെറുവള്ളങ്ങളുമാണുള്ളത്. ഇവയെല്ലാം നങ്കൂരമിടുന്നതിന് പൊന്നാനിയിൽ നിലവിൽ സ്ഥല സൗകര്യങ്ങൾ കുറവായതു കാരണം മത്സ്യമിറക്കിയ ശേഷം ബോട്ടുകൾ ഹാർബറിൽ നിന്നും മാറ്റുന്നില്ല. കൂടാതെ മൺസൂൺ സമയത്ത് വലിയ തിരമാലകൾ അടിക്കുന്നത് കാരണം ഹാർബറിൽ ബോട്ട് നിർത്തുന്നതിന് സാധിക്കുന്നില്ല. പുലിമൂട്ടുകളുടെ നീളം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമാവുകയുള്ളൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കൂടാതെ പോർട്ടിന്റെ കീഴിലുള്ള പഴയ പാതാറിൽ ഡ്രഡ്ജിംഗ് നടത്തി ആഴം കൂട്ടുകയും കല്ലും കോൺക്രീറ്റ് ബ്ലോക്കും ഉപയോഗിച്ച് ഇരുഭാഗവും സംരക്ഷിച്ച് ബോട്ടുകൾ കെട്ടുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ പൊന്നാനിയിൽ മുഴുവൻ ബോട്ടുകളും വർഷക്കാലത്ത് കടലിൽ നിന്നും തിരയടിക്കാതെ സംരക്ഷിച്ച് സൗകര്യപ്രദമായി നിർത്താൻ സാധിക്കൂ. എന്നാൽ ഈ സ്ഥലം പോർട്ട് വകുപ്പിന് കീഴിലായതിനാൽ പോർട്ടിന്റെ അനുമതി ലഭ്യമായാൽ മാത്രമേ ഡ്രഡ്ജിംഗ് നടത്താനാകൂ. പൊന്നാനി പുലിമൂട്ട് നീളം വർദ്ധിപ്പിക്കണമെന്നും പഴയ പാതാർ പരിസരം ആഴം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബോട്ടുടമകൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. പി നന്ദകുമാർ MLA, AK ജബ്ബാർ, സക്കീർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് സജാദ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. PGTV ന്യൂസ് പൊന്നാനി. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.